നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും യോഗ അഭ്യസിക്കാറുണ്ട്. എന്നാൽ അത് ആരോഗ്യവാനായിട്ടിരിക്കാനല്ല, ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ എന്തെങ്കിലും അസുഖമുണ്ടാകുമ്പോഴോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഓർഗൻസിനും ഓരോ അവയവങ്ങളും ശക്തിപ്പെടുത്താനും മസിൽസിനെ ദൃഢമായി വയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബ്രെയിനിന് വേണ്ടിയിട്ടാണ്. ബ്രെയിനിന് വേണ്ടി ഏതെല്ലാം ആസനങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മളുടെ ബ്രെയിൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആസന എന്ന് പറയുന്നത് ശീർഷാസനമാണ്. പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അതിൻ്റെ ചെറിയൊരു വേരിയേഷനാണ് ഊർധ്വ ശീർഷാസനം. നമ്മുടെ മുട്ട് മടക്കി വെച്ച് തന്നെ നമുക്ക് ശീർഷാസനം ചെയ്യാം. പക്ഷേ ശീർഷാസനത്തിൻ്റെ അതേ ഇഫക്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഈ ആസനയ്ക്ക് കിട്ടുന്നത്. കാലുകൾ ഇതുപോലെ മടക്കി വജ്രാസനത്തിൽ ഇരിക്കുക. ഈ മുട്ടിൽ നിന്നും ഈ ലെവലിലേക്ക് കൈ കൊണ്ടുവരണം. അതിനൊരളവുണ്ട്. കൈമുട്ടും കാൽമുട്ടും കൂടെ ഒരുമിച്ച് വെച്ച് കൈപ്പത്തി താഴേക്ക് വെച്ച് 4 കാലിൽ വരിക. ഒരു കൈ ഫ്രണ്ടിലോട്ട് എടുക്കുക. ഇപ്പോൾ എൻ്റെ നടുഭാഗവും ഈ തറയും തമ്മിൽ പാരലലായി കഴിഞ്ഞു. ഈ അലൈൻമെൻറ്റ് വേണം നമ്മൾ കീപ്പ് ചെയ്യാൻ. എന്നിട്ട് 2 കൈയും ഒന്ന് അകത്തി വെച്ചിട്ട് ഈ 2 കൈയിൻ്റെ നടുക്ക് എൻ്റെ ഉച്ചം തല കൊണ്ടുവരണം. ഈ ബ്രീത്തിങ് ശ്രദ്ധിക്കണം. ഇൻഹെയിൽ ചെയ്തു, പ്ലേസ് ചെയ്തതിന് ശേഷം കൈ റിലീസ് ചെയ്ത് മുട്ടിൻ്റെ 2 വശത്ത് വയ്ക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാല് 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം. കഴുത്ത് തറയിൽ നിന്നും 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം. റിലീസ് ചെയ്യുമ്പോൾ കൈ രണ്ടും തലയുടെ ഇരുവശത്ത് വയ്ക്കുക. പഴയ സ്ഥാനത്ത് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വന്ന് ശ്വാസം വിട്ടുകൊണ്ട് വജ്രാസനത്തിൽ ഇരിക്കുക. ശ്വാസത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഉച്ചി ഭാഗത്ത് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. വളരെ പതുക്കെ കണ്ണുകൾ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളെ ബ്രെയിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല രീതിയിൽ ചിന്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ് ഊർധ്വ ശീർഷാസനം. എല്ലാവരും ഊർധ്വ ശീർഷാസനം പ്രാക്ടീസ് ചെയ്യുക. ഹൈപ്പർ ടെൻഷൻ, ഹൈ BP ഉള്ള ഒരാൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അധിക നേരം നമ്മൾ ഇതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കാനായിട്ട് നോക്കണം.